2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് സമ്മേളനം വീണ്ടും ചേരാൻ പോവുകയാണ്. ഇന്ന് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം CJPയുടെ പാർലമെന്റ് മാർച്ചിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, കുറച്ചു നാളായി തുടർന്ന പ്രതിഷേധം, സമരങ്ങൾ, അതിനൊക്കെ ഒരു ശമനം ഉണ്ടായിരിക്കുന്നു. ഏതായാലും ഈ CJPയുടെ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചതിന് ശേഷം പാർലമെന്റ് ഇന്നും വീണ്ടും ചേരാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ അത് വെക്കാൻ പോകുന്നു സർക്കാർ. അതിന് പ്രതിപക്ഷവും പിന്തുണയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമെന്ന് കരുതാം. മറ്റ് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈ പരീക്ഷാ പേപ്പറുമായി ബന്ധപ്പെട്ട ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത്, പാർലമെന്റിൽ വിഷയം ഉന്നയിക്കാൻ പോകുന്നത്? 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാർലമെന്റിന്റെ സമ്മേളനം ഇന്ന് ചേരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച വർഷകാല സമ്മേളനം വെള്ളിയാഴ്ച വരെ മുഴുവൻ ദിവസവും പൂർണ്ണമായും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സമീപനമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. ഇന്ന് സഭ ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുകയും മന്ത്രിസഭാ യോഗം ആ ബില്ലിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ അതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലാണ് ബില്ല് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. 10 കോടി വരെ പിഴയും 10 വർഷം വരെ തടവും ലഭിക്കാവുന്ന രീതിയിൽ ഉയർന്ന ശിക്ഷ ഉറപ്പാക്കുകയാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷവും ആ ബില്ലിനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം ഇത്തരം നടപടികളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കണം എന്ന കാര്യം പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ബില്ലിനെ പ്രതിപക്ഷം അനുകൂലിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി പാർലമെന്റിനകത്ത് ഇന്നും പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി സമരം അവസാനിപ്പിച്ചുവെങ്കിൽ പോലും പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുൻപോട്ട് വയ്ക്കുക. സഭയിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി 10 മണിക്ക് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള MP-മാർ ആ യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിന് ശേഷമായിരിക്കും ഇന്ന് സഭയിൽ എന്ത് നയം സ്വീകരിക്കണം എന്നൊരു അന്തിമ ജിഷ്ണു, ഈ CJPയുടെ പാർലമെന്റ് മാർച്ചിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയണമെന്നൊക്കെയാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം. അതിന്നിപ്പോൾ എന്തായാലും ഉന്നയിക്കും. അതിൽ ഈ പെല്ലറ്റ് അക്രമം അതാണോ പ്രതിപക്ഷം എടുത്തു കാണിക്കുക? അത്തരത്തിൽ പോലീസ് നടപടി പൂർണ്ണമായും ചർച്ച ചെയ്യണം. എന്തെല്ലാം നടപടികളാണ് വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിച്ചത്, അതിൽ തുടർന്ന് എന്തെല്ലാം FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 20-ാം തീയതി നടന്നിട്ടുള്ള പാർലമെന്റ് വിഷയത്തിലെ മുഴുവൻ പോലീസ് നടപടിയും വിശദീകരിക്കണമെന്നും അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ, കാരണം ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്, വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉൾപ്പെടെ മുഴുവനായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്നൊരു ആവശ്യമായിരിക്കും പാർലമെന്റിൽ ഉൾപ്പെടെ പ്രതിപക്ഷം മുൻപോട്ട് വയ്ക്കുക. പക്ഷേ മുൻ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം കഴിഞ്ഞ ഒരാഴ്ച പൂർണ്ണമായും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. അതിനെ സ്പീക്കർ ഉൾപ്പെടെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തി വന്നിട്ടുള്ള സമരം ഏതായാലും അവസാനിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചു. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ദിവസമാണ്, പാർലമെന്റ് നടക്കുന്ന ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതികരണങ്ങളും പാർലമെന്റിനകത്തെ നയങ്ങളും ഏറെ നിർണായകമാകും. ഒപ്പം 20-ാം തീയതിയിലെ പാർലമെന്റ് മാർച്ചിൽ ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നിർദ്ദേശം വരും എന്നുള്ളതും ഏറെ നിർണായകമാകും.